റോസ് കൈമ ബിരിയാണി റൈസ് റീബ്രാൻഡിങ്ങിന് ദുൽഖർ സൽമാൻ പുതിയ ബ്രാൻഡ് അംബാസഡർ. ഇന്ത്യയിലും വിദേശത്തും സ്വീകാര്യത നേടിയ റോസ് കൈമ ബിരിയാണി റൈസ് റീബ്രാൻഡിങ്ങിനായി ഒരുങ്ങുകയാണ്. ദുൽഖർ സൽമാനാണ് റോസ് കൈമ റൈസിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ. 1 കിലോയുടെയും 5 കിലോയുടെയും റോസ് കൈമ ബിരിയാണി റൈസ് റീറ്റെയിൽ പാക്കറ്റുകൾ റീപാക്കേജിംഗ് പൂർത്തിയാക്കി ഉടൻ വിപണിയിലെത്തുമെന്ന് കമ്പനി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഷെയ്ഖ് റബിയുൽ ഹക്ക് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. हमारा जो कंज्यूमर पैक का सेक्शन है ना, वो सेक्शन को थोड़ा स्ट्रेंथन करने के लिए जा रहा हूँ और रीडिजाइन हो रहा है हमारा पैक का. उसका साथ साथ हमारा डिस्ट्रीब्यूशन सिस्टम को भी और भी स्ट्रेंथन किया जा रहा है. 30-50 കിലോയുടെ കൊമേഴ്സ്യൽ പാക്കറ്റുകളും ഉടൻ വിപണിയിൽ എത്തിക്കും. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ബർദമാൻ ആഗ്രോ പ്രൊഡക്ട്സ് ഉത്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്ന റോസ് കൈമ ബിരിയാണി റൈസ് ഇന്ത്യക്ക് പുറമെ UAE, ഒമാൻ, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, യൂറോപ്പ്, USA തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും ലഭ്യമാണ്. ബർദമാൻ റോസ് എന്നാണ് വിദേശ രാജ്യങ്ങളിൽ റോസ് ബ്രാൻഡ് അറിയപ്പെടുന്നത്. ഉപഭോക്താക്കൾക്ക് പ്രീമിയം ഗുണമേന്മയുള്ള അരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബർദമാൻ ആഗ്രോ പ്രൊഡക്ട്സ് പ്രവർത്തിക്കുന്നതെന്ന് റീജിയണൽ ബിസിനസ് പാർട്ണർ നാരായൺ ചന്ദ്ര മൈതി പറഞ്ഞു. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ബിരിയാണി ചലഞ്ച് എന്ന പേരിൽ വിശക്കുന്നവന്റെ മനസ്സ് നിറയണം എന്ന ആപ്തവാക്യവുമായി കേരളത്തിൽ ഉടനീളം ഭക്ഷണ വിതരണ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും കമ്പനി പദ്ധതിയിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങൾ ഈ ബർദമാൻ ആഗ്രോ പ്രൊട്ടക്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടെ കേരളയിലെ ബിസിനസ് ചെയ്യാനായിട്ട് ഏകദേശം 30 വർഷം ആവാനായിട്ടുണ്ട്. അതിൽ കുറേ ബിസിനസ് മേലും പോയി താഴെ പോയി എല്ലാവരായിട്ട് നമ്മൾ കുറേ പ്രിയപ്പെട്ട ഡീലർമാർ കാസർഗോഡ് തിരുവനന്തപുരം വരെ കുറച്ച് ഡീലർമാർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവർ സഹായം കൂടെ അവർ നല്ല സഹായിച്ചിട്ടുണ്ട്. നമുക്ക് സഹായമില്ലാണ്ട് ആരെങ്കിലും ഒരു കമ്പനിയും വളർച്ച ഉണ്ടാവില്ല. എല്ലാവരും ഇതിനെ പങ്കുണ്ട്, എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് റീജിയണൽ ബിസിനസ് പാർട്ണർ സോമനാഥ് മൈതി, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശ്രീപതി ഭട്ട്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജർ അബ്ദുൾ ഷുക്കൂർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഹസീബുർ റഹ്മാൻ, ഈസ്റ്റേൺ റീജിയണൽ സെയിൽസ് മാനേജർ മാനസ് ബസു, ഇന്റർനാഷണൽ സെയിൽസ് മാനേജർ CV നൌഷാദ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രിയേഷൻസ് ചെയർമാൻ AT അൻവർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. केरला में पूरा दिनों राइस का पहले 3 टाइम राइस था. सुबह पढ़ाने था, लंच में राइस था, रात में भी हुई था. अभी थोड़ा चेंज हो गया. ब्रेकफास्ट और लंच का टाइम पूरा आदमी लोग ये राइस खाता है. रात में चपाती और 2 राइस. इतना बड़ा कंपनी है और ब्रांड इंटरनेशनल हो गया कि आप लोगों को केरला में ये पूरा नहीं है. फिर भी क्लाइमेट कहाँ अच्छा है वहाँ पे एग्रीकल्चर कर सकता है. ऐसे कोई प्लान है. एक केरला का नाम में एक ब्रांड भी निकलेगा तो अच्छा है. आलपुड़ा का नाम में ब्रांड था, चातन और कोल्लम में ब्रांड था. ये सब कुछ अभी तलाश हो गया क्योंकि ओपनली बताएगा तो केरला में एग्रीकल्चर का काम करने के लिए कोई इंटरेस्ट नहीं. पूरा आदमी लोग बाहर से आता है, जो बंगाल से, बिहार से, राजस्थान से, यहाँ से आता है. इसे कुछ प्लानिंग कर सकते हैं. കേരളയിലെ സോയില് ആലപ്പുഴ സൈഡിൻ്റെ എങ്ങനെയാണ് ഉള്ളത് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. എന്നാലും ഞങ്ങൾ വടകര തൂണേരി ഭാഗത്ത് ചെറിയ ഒരു പടാകലൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ട്രൈ ചെയ്തു. ഇവിടുത്തെ സോയിലിൽ ഞങ്ങൾ ഈ കൈമ റൈസിൻ്റെ സൈസ് വളരെ ചെറുത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റൈസിൻ്റെ സൈസ് ചെറുതാവണോ ടേസ്റ്റി ആവണോ സ്മൂത്ത്നെസ് ആവണോ.
91.